റെവിറ്റ് MVP മലയാളം ട്യൂട്ടോറിയലിലെ 75ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകണം ഈ ടോപ്പ് സർഫസിനുള്ളിലേക്ക് നമുക്ക് എങ്ങനെ പ്ലാന്റ്സുകൾ കൊണ്ടുവരാം, അതായത് ട്രീ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടോപ്പ് സർഫസ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി എങ്ങനെ പ്ലാന്റ്സുകൾ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മാസിംഗ് ആൻഡ് സൈറ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ സൈറ്റ് കമ്പോണൻറ്റ് എടുക്കുക. ഓക്കെ, നേരത്തെ മാസിംഗ് ആൻഡ് സൈറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ടോപ്പ് സർഫസ് എടുത്താണ് നമ്മൾ ടോപ്പ് സർഫസ് വരച്ചത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ സൈറ്റ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുമ്പം ഇവിടെ ഡിഫോൾട്ടായിട്ടൊരു ട്രീ വരും. അതല്ല എങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പം നോക്കാം, വേറെ ഒരുപാട് ടൈപ്പ് ഇവിടെ കിടപ്പുണ്ട്. അതല്ല എങ്കിൽ ഇവിടെ ലോഡ് ഫാമിലി പോയതിനു ശേഷം ഇവിടെ നോക്കാം. ഓക്കെ, ഇവിടെ ലൈബ്രറിക്കുള്ളിൽ ഇന്ത്യ, അതിനകത്ത് പ്ലാന്റിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ കുറച്ച് പ്ലാന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് പ്ലാന്റിങ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഇതിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരെണ്ണം എടുത്തു. ഓക്കെ, ഞാൻ ലെവൽ 1ലേക്ക് പോവാണ്. ലെവൽ 1ലേക്ക് പോയതിനു ശേഷം വീണ്ടും ഞാൻ ഓക്കെ ഒരു ട്രീ ഇവിടെ വെച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഒരു ട്രീ ടോപ്പിലായിട്ട് വെച്ചു. ഓക്കെ, എന്തോ ഒരു വിസിബിലിറ്റി എന്തോ ഓഫായി കിടക്കുന്നതാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ 3D വ്യൂയിലേക്ക് പോവാണ്. 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ആ ഒരു പ്ലാന്റ് എല്ലാം കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് ആവശ്യമായ ട്രീകളെല്ലാം കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിപ്പം വീണ്ടും ഈ മാസിംഗ് ആൻഡ് സൈറ്റിലേക്ക് പോയതിനു ശേഷം ഇവിടെ സൈറ്റ് കമ്പോണൻറ്റ് എടുത്തു. അതിനുശേഷം വീണ്ടും ട്രീസ് കുറച്ച് എടുക്കുകയാണ്. ഓക്കെ, വേറെ ടൈപ്പ് ട്രീസ്. ഓക്കെ, ഞാൻ ലോഡ് ഫാമിലി പോയിട്ട് ഇവിടെ ലൈബ്രറിക്കുള്ളിൽ ഇവിടെ ഇന്ത്യക്കുള്ളിലുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊരെണ്ണം ഉണ്ടാവും. ഓക്കെ, പ്ലാന്റിങ്. ഓക്കെ, പ്ലാന്റിങ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇഷ്ടപ്പെട്ട ട്രീ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു ട്രീ എടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ലെവൽ 1ലേക്ക് വന്നു. ലെവൽ 1ലേക്ക് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലാന്റ് വയ്ക്കുകയാണ്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ പ്ലാന്റുകളെല്ലാം ഞാൻ ചെറുതായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ ഇങ്ങോട്ട് കൊണ്ടുവരപ്പോൾ ഈ ഒരു ഹിൽ ഏരിയയിലേക്ക് കൊണ്ടുവരപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത് കാണിക്കുന്നില്ല. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ഹില്ലെന്ന് പറഞ്ഞാൽ 5000 mm ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലെവൽ 1ൽ നിന്നാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാകാം ഈ ഒരു ഇത് കൂടെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ട്രീ വയ്ക്കുമ്പോൾ ഒരു എറർ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് 3D വ്യൂയിലേക്ക് പോകുമ്പോഴേക്കും കൃത്യമായിട്ട് അവിടെ ഇതുപോലെ ഞാൻ ട്രീ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് ഞാനിവിടെ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു പ്ലാന്റ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പ്ലാന്റ് എല്ലാം ഇതുപോലെ നമ്മൾ റിയലിസ്റ്റിക്കലി നോക്കുമ്പോഴേക്കും നല്ല ലോഡ് എടുക്കണം. ചെറിയ ഹാങ്ങിങ് പോലെയൊക്കെ ഉണ്ടാവും. അത്രയും സാധനം അതിനകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്ലാന്റ് എല്ലാം ചെയ്തത് എങ്ങനെയാണ്, ലെവൽ 1ലേക്ക് പോയിട്ട് ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ ടോപ്പ് സർഫസിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഈ പ്ലാന്റ് മാറിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ ടോപ്പ് സർഫസ് എങ്ങനെ പോകുന്നു അതനുസരിച്ചിട്ട് പ്ലാന്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ലെവലിലേക്ക് ക്രിയേറ്റ് ആയി വരും. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ഒരു ഹൈറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിവിറ്റ് തന്നെ കൊണ്ടുവരും. അതുപോലെ തന്നെ പ്ലാന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വന്നിട്ടില്ല എങ്കിൽ അത് വിസിബിലിറ്റി ഗ്രാഫിക്സിനകത്ത് ഓഫായി കിടക്കുന്നുണ്ട്. അപ്പം വിസിബിലിറ്റി ഗ്രാഫിക്സ് VG എന്ന് പറയുന്ന ഷോർട്ട് കീ കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലാന്റിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ പ്ലാന്റിങ് അണ്ടിക്കായി കിടക്കുന്നുണ്ടാകാം ഇവിടെ അത് കാണിക്കാതെ വരുന്നത്. ഓക്കെ, അപ്പം കാണിച്ചില്ല എങ്കിൽ നിങ്ങൾ വിസിബിലിറ്റി ഗ്രാഫിക്സിലേക്ക് വരിക. ഇവിടെ പ്ലാന്റിങ് ടിക്ക് മാർക്ക് കൊടുത്ത് ഓക്കെ എടുത്താൽ മതിയാവും.